ഗെയ്സ് അതാണ് ആങ്ങളെ പെങ്ങളും. ഒരു കാര്യം പറയട്ടെ, ഞാൻ ആ പാമ്പ് ഇല്ലാന്ന് അറിഞ്ഞു, പാമ്പ് ഉണ്ടെന്ന് അറിയില്ലല്ലോ. ഞാൻ അതിൻ്റെ ഉള്ളിൽ തുള്ളി ആടെ നിന്നിന് കുറേ നേരം. അങ്ങനെ കൊത്തീനാ. ഇതാണ് നമ്മളെ ബുഷ ഉപ്പിട്ട ഫിദോന്റെ. ഇൻഷാല്ലാ വരും. ഗെയ്സ് ഇവര് പൂച്ചനെ പിടിക്കാൻ പോയിട്ട് അവർക്ക് പാമ്പിനെയാണ് കിട്ടിയത്. ഇവിടുത്തെ കാലാവസ്ഥ നമ്മള് ബുഷറാന്റെ വീട്ടിൽ വന്നതാ. എപ്പിന്റെ സിസ്റ്റർ ബുഷറാന്റെ വീട്ടില്. ഒരവ എടുക്ക്, ഒരവ എടുക്ക്, മഫ കൊടുക്ക്. അറിയാലോ കടമ്പ് പോയിട്ടാകെ എത്രയല്ലായിട്ടുള്ളൂ കൊടുക്കാറുണ്ടായിരുന്നു കടമ്പ്. എത്ര മാസം 10 ലക്ഷം രൂപ 10 ലക്ഷം രൂപ ഒരെടുത്ത് എന്താ എന്താ വൃത്തിയിടാ. ഫിദോ പൂച്ചനെ കിട്ടിയാ? ആ മറ്റു ഓരോ വടകരുള്ള അജു എന്തേര് അജാസ് അജാസ് അജാസ്. എവിടെ പോയി പാമ്പ്? എടാ എടാ കാണിച്ച പൂച്ച പൂച്ച ഇവരാ കാട്ടി വമ്പ സാധനങ്ങള്. ഞാൻ അതിലേ കീനെ പാമ്പുള്ള ഞാൻ കണ്ടിട്ടില്ല. എവിടെയുള്ള പാമ്പ്? ഇവിടെ പച്ചോരെല്ലാം ഉണ്ടാവും. പാമ്പിനെ കണ്ടിട്ടാ? പാമ്പിനെ പേടിക്കണ്ട മോനെ, അതിന് നമ്മളൊന്നും ആക്കിക്കില്ല. അല്ലാതെ അതിന്റെ പാട്ടി അതന്നെ. എങ്ങനത്തെ പാമ്പാ? ഏതോ ഒരു നടുക്ക് വെള്ളക്കം. നടുക്ക് വെള്ളക്കാറല്ല എപ്പിങ് പോരെ റിച്ചുവിനെ തീരെ പേടിയില്ലാത്ത നടുക്ക് വെള്ളക്കം. എപ്പിക്ക് വമ്പ ഇഷ്ടാ പാമ്പിനെ അടിക്കാന്. നല്ല ഇഷ്ടാ. എപ്പി വേണ്ടേ?
അതെന്താക്കാനാ ചെറുത്? അത് തരണ്ടേ? പാമ്പിനെ പറഞ്ഞാൽ നിൽക്കില്ലേ വൈബ്രേഷനിൽ കൂടിയ പാമ്പ് എന്ത് മനസ്സിലാക്കുന്ന ആളുണ്ട് എന്ന് അന്ന് പഠിപ്പിച്ചാൽ നിൽക്കില്ലേ? അപ്പൊ രാത്രിയിലെ പുറത്തിറങ്ങുമ്പോൾ ടോർച്ച് പിടിച്ചിട്ട് പോകണം. പറശ്ശിനി കടവ് വരെ പഠിപ്പിച്ചു കൊടുത്തവർക്ക് ടോർച്ച്. കാരണം രാത്രി ഭയങ്കര വിഷമുള്ള പാമ്പ് പുറത്തിറങ്ങാൻ. പച്ചല പാമ്പന്നെ ആ പോട്ടെ. അതിനൊന്നും എടുക്കാനൊക്കെ ഇവള് അതിനെ പോവാൻ തമ്മേക്കുന്നുണ്ടാ? അതങ്ങ് പോട്ടെ മേലെ. അത് ചെവി കയറുവേ. ആ ഇല്ലാത്തതാ ആ പോകുന്നുണ്ട. പോട് പോട് നീ പോ. ഇറങ്ങാറാക്കുന്നായിട്ട് അതിങ്ങനെ കളിക്കുന്ന. ഞാനൊരു ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പാമ്പ് വിസിലടിച്ചാൽ എന്താടാ വിട്ടേ. ഗേസ് ഇവര് പൂച്ചനെ പിടിക്കാൻ പോയിട്ട് അവർക്ക് പാമ്പിനെയാണ് കിട്ടിയത്. ഇവിടുത്തെ കാലാവസ്ഥ നമ്മള് ബുഷറാന്റെ വീട്ടിൽ വന്നതാ. എപ്പിന്റെ സിസ്റ്റർ ബുഷറാന്റെ വീട്ടില്. അപ്പോൾ ഒരു ചെറിയ ക്ലിപ്പ് എടുത്തതാണ്. നോമ്പുറക്കാനും നിൽക്കുന്നില്ല. കണ്ണിൽ എന്തോ കേറിയല്ലേ? നോക്കട്ടെ. കൊള്ളി കെട്ടിയതാ. അതാണ് ആങ്ങളെ പെങ്ങളും. കണ്ടോ ഗേസ്? അതാണ് ആങ്ങളെ പെങ്ങളും. ഒരു കാര്യം പറയട്ടെ, ഞാൻ ആ പാമ്പ് ഇല്ലാന്ന് അറിഞ്ഞു. പാമ്പ് ഉണ്ടെന്ന് അറിയില്ലല്ലോ. ഞാൻ അതിൻ്റെ ഉള്ളിൽ തുള്ളി ആടുന്ന് നിന്നിന് കുറേ നേരം. അങ്ങനെ കൊത്തീനാ. കൊത്തിയാത്തിട്ടു. അങ്ങനെ പാമ്പ് കൊത്തൊന്നുമില്ല നമ്മളൊന്നും. നല്ല പൂച്ചല്ലേ? നല്ല സ്ഥലം എന്ന് പറ. ഇതിൻ്റെ ഉള്ളിൽ പാമ്പുണ്ടാവും. അങ്ങനെ നമ്മൾ പോവാണ് ഗേസ്. ഇതാണ് ബുഷാന്റെ വീട്. ഇവന്റെ വാർഷികത്തിന്റെ പരിപാടി ഒന്നും ഇല്ലേനോ? ഓൻ ഏത് സ്കൂളായിരിക്കുന്നത്? ഇതാണ് നമ്മളെ ബുഷ ഉപ്പീത്ത സിദ്ധോന്റെ. നിങ്ങളെല്ലാം മുഞ്ചിട്ട് ഇൻഷാല്ലാ വരും. പിന്നീടാണ്ട് പറ. ആ ഓനയക്ക. അവിടെ കണ്ടോ? എടാ ചിലങ്കന്റെ ശബ്ദം കേട്ടാ? ഇത് ഉപ്പാന്റെ ഫോൺ വയ്ക്കും. എന്താക്കി നീല്ലേ ഓക്ക് മഞ്ചാടി കൂടി പെറുക്കി വെക്കണേ. സിധുവിന് നമ്മള് വരും. ഓക്ക് പെറുക്കി വെക്കണേ. എടാ എനിക്കൊരു മുത്തുണ്ടോ? പോട്ടെ മോനോ നമ്മള് വരൂ. പാമ്പിനെ കണ്ട് പൂച്ച എടുക്കാൻ പറ്റില്ല. പാമ്പ് പാമ്പിനെ കണ്ട് പൂച്ച എടുക്കാൻ പറ്റില്ല. പൂച്ചല്ല പൂച്ചല്ല കത്തെ പാവിന് ഇഷ്ടം. മുന്നിലൂട്ട് കടന്നേ തന്നൊന്നും ചെയ്തില്ല. അതോ ഞാൻ വീഴാൻ പോയി. കാല് വെക്കോലോ പാമ്പ്. അത് കടിക്കുന്ന പാമ്പല്ല. കടിക്കുന്ന പാമ്പാണ്. അതിന്റെ മേലയിലുണ്ടാവും റൗണ്ട് ചെറിയ ഉണ്ടാവുള്ളൂ. അത് ഇങ്ങോട്ട് വന്ന് കടിക്കും. ഗ്രൗണ്ടിൽ പിള്ളേർ കളിക്കുക. ക്രിക്കറ്റ് കളിക്കുകയാണ് പിള്ളേർ. അങ്ങനെ അതിൻ്റെ വവ്വാല് കയറും. അപ്പൊ സ്കൂള് അത് ശരിയാക്കി അങ്ങനെ തുറക്കുന്നൊരു വവ്വാല്. സ്കൂളേം തുറക്കൂല. അത് പൂട്ടിയിട്ട സ്കൂളാ. പൂട്ടിയിട്ടതാ. അവിടെ കുട്ടികളില്ലായിട്ട്.
ആരെ കൂട്ടിയിട്ട് ഉള്ളത് ഒഫീഷ്യൽ ഇതാക്കിട്ട് വന്നാ ഞാടെ ആര് വരാനാ എന്ത് ചെയ്യാ? എനിക്ക് ഇവിടെ ഒരു ചുണ്ടിന്റെ മേലെ ഒരു കുരു വന്നോക്കിയാ. എനിക്കൊരു കുരു വന്നിട്ടുണ്ട്. ഞാൻ പാമ്പ് ഉണ്ടെന്ന് അറിയാം. പാമ്പിനായിട്ട് ചവിട്ടിയിട്ടുണ്ടെങ്കിലോ? ചവിട്ടിക്കില്ലല്ലോ. റെയിൽവേ സ്റ്റേഷനിലെടുത്ത് നോക്കടാ. ചവിട്ടിക്കില്ല അവള് പാമ്പിന്. അത് ചെറിയ അങ്ങനത്തെ പാമ്പല്ലേ ചെവി കണ്ടേ ഒരാള്? ചെവിയിൽ ഒരു പാമ്പിനെ കണ്ടിട്ടില്ലേനാ? ഇത് ബുഷറ നമുക്ക് തന്ന നോമ്പ് നോമ്പൊറക്കാൻ നിന്നിട്ടില്ല. പിന്നെ പോ എനിക്കിന്ന് നോമ്പൊറക്കാനുള്ള ഒരു ഞാൻ നിർത്തിക്കോ. ഓ പാമ്പിനോട് കളിക്കോ. പൂച്ചയുണ്ട് ശരിയാവില്ല. ടെൻഷനാവും. ഗേസ് ഇന്ന് നമ്മള് സഫീറമാൻ്റെ വർക്ക് പോയി. അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. ബുഷറാന്റെ ഉനിയാന്റെ വർക്ക് പോയി. പിന്നെ ബുഷറാന്റെ വർക്ക് പോയപ്പോ നല്ലൊരു വൈബ്. കുട്ടികളെല്ല കളി അവിടെ തന്നെ നല്ല വൈബ്. നല്ല മല ഇതെല്ലാം കാണും. നല്ല രസമുണ്ട്. ഗേസ് ഇന്ന് നമ്മള് ബുഷറാന്റെ അവർക്ക് ലാസ്റ്റ് പോയി. ഉനിയാന്റെ വീട്ടിൽ ആദ്യമോ പിന്നെ സഫീറമാൻ്റെ വീട്ടില്. അപ്പോൾ ബുഷറാന്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ വെച്ച് കുറച്ച് വീഡിയോ എടുക്കാം. ബുഷറ പറഞ്ഞ് കുറച്ച് വീഡിയോ എടുക്കും. അപ്പോൾ നല്ല വൈബ് ഉണ്ട്. ഫിദു നല്ലോണം കളിച്ചത് ആദ്യമായിട്ട് അവിടെ പോയത്. പാവന് അവിടെയുള്ള ബുഷറാന്റെ മോനെ വലിയ ഇഷ്ടം. അവരെല്ലാം ഫ്രണ്ട്സാണ്. അപ്പൊ ഇവര് പൂച്ചനെ പിടിക്കാൻ പോരാ അവർക്ക് കിട്ടിയത് പാമ്പിനെയാണ്. പൂച്ചനെല്ലാം കിട്ടിയ പാമ്പിനെ. പൂച്ച എന്ന് പറഞ്ഞാല് പാമ്പിനേക്കാളും കുരുത്തം കിട്ട സാധനം പൂച്ച ഓടി രക്ഷപ്പെട്ടു. പൂച്ചനെ ഇവർക്ക് കിട്ടൂല. ഇവർക്ക് പൂച്ചനെ പിടിച്ചിട്ട് വളർത്തേണ്ട പ്ലാനില്ല. അല്ലാഹു തആല എന്റെ കൂടെയാണ് കൊടുത്തില്ല പൂച്ചനെ. ഐ ഡോണ്ട് ലൈക്ക് പൂച്ച. അത്ര ഇതിനെക്കാട്ടി മണ്ണുണ്ട പൂച്ച. അതിന് ചെറുതാ. അപ്പൊ പൂച്ചനെ കിട്ടിയ പൂച്ച എന്താ കുരുത്തം കെട്ടിയ സാധനം? അപ്പൊ പാമ്പിനെ കണ്ട അത് പച്ചൊരു പാമ്പ്. വിഷമുണ്ടോ? എല്ലാത്തിനും എല്ലാ പാമ്പിനും വിഷമുണ്ടാവും. അതിനെടുത്ത പാടി പാമ്പ് നട്ടുപൂക്കിയാൽ അതിനെടുത്ത് എന്തിനെ കൊണ്ട്? അതിനെ കൊണ്ട് പിന്നെ എടുത്തിട്ടില്ല. ഇവനല്ല എടുത്തേ. എനിക്ക് തരാൻ പോലത്തേക്ക് കൈ കൊണ്ട് എടുത്തുക്കോലോ. അതിനെന്താ കുട്ടിയല്ലേ? പടായി അധികം കളിക്കല്ല. പാമ്പിനെ കൈ കൊണ്ട് പാമ്പിനല്ല പൂച്ചനാ. പൂച്ചനെ എന്താ നായ നമ്മളെ ഇത്ര ഇല്ലേ? ഹായ് നല്ല മനുഷ്യല്ല. നല്ല വൈബ്. അങ്ങനെ നമ്മള് വീട്ടിലേക്ക് പോവാണ്. തട്ടയെല്ലാം കുത്തിയത് കഴിച്ചത് ചൂടെടുത്തിട്ട്. അങ്ങനെ എനിക്ക് പൂച്ചനെയും കൊണ്ടുപോകണം. അപ്പൊ പച്ചോല പാമ്പി ഗേറ്റ് പൂട്ടിയിട്ടാണ്. ഇന്ന് ഞാൻ ഫോണും നോക്കിയിട്ടില്ല, ടിവിയും കണ്ടിട്ടില്ല. ആരും ഫോൺ നോക്കിയിട്ടില്ല. ഇതിന്റെ അകത്തുനിന്നല്ലേ കുറച്ചു നേരം എപ്പി ഓൾ ഇന്ന് ഫോണ് നോക്കിയിട്ടില്ല, ടിവി കണ്ടിട്ടില്ല. ആര്? ഇവള്. അത് ഗേസ് തീവണ്ടി. അതിന്റെ പകരം തീവണ്ടി പോകുന്ന നോക്കിയാ. ഇത് നമ്മളിരുന്ന ട്രെയിനല്ല. ഇനിയിപ്പോ തുറക്കും. നമ്മളിരുന്ന സ്ഥലത്ത് ഫോമനെ കാണണം. അമ്മക്ക് കൂട്ടിട്ടാണല്ലോ ലാസ്റ്റ് ലോ ആയി. ഗേസ് 5:55 6:01 ബാങ്ക് കൊടുക്കാനായിട്ട്. അതാ പറഞ്ഞ തണുത്തോളം വാങ്ങിയേക്കണം. ഏത് 3 കുട്ടികളാ? മോനും ആത്തിമും. ഓന്റെ ആത്തിമിനെ കാണാനേ ഇല്ലല്ലോ അല്ലേ? ഗേറ്റ് തുറക്കാൻ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നോമ്പ് തുറക്കാൻ എനിക്ക് ബത്തക്ക മസ്റ്റാണ്. നോമ്പ് തുറക്കുമ്പോൾ എനിക്ക് ബത്തക്ക ഇല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഡ്രസ് എടുക്കാൻ പോകണ്ടേ? ബത്തക്ക ഇഷ്ട, കർമൂസ ഇഷ്ട, പിന്നെ
ഉപ്പാന്റെ ലോട്ടറി അടിച്ചു വിചാരിച്ചില്ല. ഉപ്പ വന്ന് ലോട്ടറി അടിച്ചു. രണ്ടാമത്തെ ട്രെയിനും കൂടി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാ തുറക്കുള്ളൂ. ഈ ട്രെയിനല്ലോ അതേതോ പിന്നെ ട്രെയിനിന്റെ പോണ്ടേ? ഒരു ട്രെയിനും കൂടി പോവാണ്ട്. ഒരു ലേഡി ക്രോസ് ചെയ്യുന്ന നോക്കിയാ. ഉമ്മ അങ്ങനെ ക്രോസ് ചെയ്യില്ല. ഉമ്മ ആടുന്ന് പകുതിക്ക് കാല് വെക്കും. എനിക്ക് പേടിയാ കണ്ണാടി വണ്ടി ഓടിക്കുന്നേ. വണ്ടി ഓടിക്കാൻ എനിക്ക് പേടി തന്നെ. പക്ഷെ എനിക്ക് എന്റെ മാപ്പിള ധൈര്യം തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പീഡ് പഠിക്കാൻ പോണം. എന്റെ മോൻ എന്നെ പോലെ തന്നെയാ. ഇന്ന് നോമ്പ് 18 നോമ്പ് നോറ്റ്. ഓട്ടോക്കാർ നായം വെച്ച് നമ്മൾ ഇന്ന് AC ട്രെയിൻ പോയി. നമ്മള് ടൂറിന് ഓരോ ട്രെയിനിൽ കയറി AC ഇല്ല. ടൂറ് പോരാ. സൂപ്പർ ബാവാ. എടാ ഇതെന്താ 3 ഓടും? ഇതെന്താ തുറക്കാത്തെ? ഇവര് തുറക്കുന്നില്ല ഗേറ്റ്. ഒരു ട്രെയിൻ ആദ്യം പോയി, പിന്നെ ഇപ്പൊ രണ്ടാമത് പോയി, ഇനിയിപ്പോ തേർഡ് പോകുന്ന 4th തോന്നുന്നു. അപ്പൊ ഇപ്പൊ വാങ്ങി കൊടുക്കും. നോമ്പ് തുറക്കണം. 6:05. ഗോഡ് ട്രെയിന് വരുമ്പോ കിടക്കുന്നു. തുറന്ന് നമ്മള് പോവാ. എനിക്കെന്താ ഒരല്ലേ? കുട്ടികളും നല്ല കുട്ടികളും നല്ല ബോട്ട. കുട്ടികളും നല്ല ചെക്കിന്റെ ബാക്കിൽ എന്തെല്ലോ എഴുതി വെച്ചു. യൂണിഫോമിന്റെ ബാക്കിൽ ചെക്കൻ്റെ ഏതോ കാലുണ്ട്. ഇതേ മക്കളെ എന്തൊരു കുത്തം കിട്ടതാ. അവള് സാധനം എന്നറിയോ? അവൾക്ക് ഞാനൊരു അടി കൊടുത്തിക്കുന്നു. അവളിന്ന് എന്ത് ചെയ്തെന്നറിയാം? ഒരു വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് ഫാവിൻ്റെ ചെവി കയറി. ഫാവ് പെടച്ചു പോയി. ഇത് അനക്ക് AC കിട്ടുന്നില്ല. അങ്ങനെയാ വർത്താനം പറയൂ. എൻ്റെ ഉപ്പ ഷെഫീഖ്. എന്റെ ഉപ്പ ഷെഫീഖ്. എൻ്റെ ചുണ്ടൽ ട്രൈ ആയി. ബൈജുന്നോ എന്താ നമ്മളിപ്പോ കൊറേ ഫോമന്മാരുണ്ട് ഉപ്പാനപ്പത്തെ. ഇതിലുള്ള ഏതോ ഒരു വീടായാണ്ട് ഇതിന്റെ അരിയത്തെ ഒരു വീട് വാഹിദാസ്.
വാഹിദാസ് എവിടെയാന്ന് ചോദിച്ചിട്ടൊന്ന് കാണുന്നുണ്ട്. ഇതാ വാഹിദ മനസ്സിൽ ഇതാ ഇതാ അയാന്റെ വീട്. പാവു അയാന്റെ വീട്. പാവു അയാന്റെ വീട്. അതാ അത് അതെ അതാ വീട്. അത് അയാന്റെ അതാ അതെ അതന്നെ. എനിക്ക് വീഡിയോ കണ്ടിട്ടില്ല. അവിടെ ആളുടെ ഓളെ ഉമ്മ ഓളെ അനിയത്തി വാഹിദ എന്ന് പറയുമ്പോട്ട് വാഹിദ മനസ്സിൽ എപ്പിക്ക് അറിയാൻ പറ്റുമോ? അപ്പൊ അയൽവാസികളല്ലേ പറയാൻ കഴിയാണ്ട് ആത്താക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മളയാന്റെ വീട് കണ്ട് തറവാട് ഞാൻ വീഡിയോയില് കണ്ടിട്ടല്ലോ പൊന്നോട്. ഈ ഉപ്പാന്റെ അടുത്ത ആൾക്കാർ ഇൻസ്റ്റാഗ്രാം ഇത് ആത്താന്റെ വെറുക്കുന്ന വൈബ്. നമ്മളെങ്ങനെ തിരിച്ചിതിലല്ലേ വരല്ലേ? നമ്മള് ഇത് കൊടുത്തിട്ടാണ് ഇങ്ങനെ ആരൂലില്ല. ഉമ്മ ഇരുന്നോലെ ഇങ്ങനെ ആരൂല്. അതന്നെ നടന്നിട്ട് വാ. അങ്ങ് വരെ നടന്നിട്ട് അപ്പൊ ഓനെങ്ങനെയാ പറ്റത്ത്? സൽമാനല്ലോ അപ്പുറത്തെ തെറ്റിയ ഇത് തെറ്റ്. ആ സ്കൂട്ടർ പല്ലിന് ക്ലിപ്പ് ഇടണ്ട. പല്ലിന് ക്ലിപ്പ് ഇടാണ്ട് പല്ലങ്ങോട്ടാക്കി കൊടുത്തോളും. പല്ലിൽ ഇളക്കം തട്ടിന്റെ പല്ല് ഉന്തിപ്പോ. എന്റെ പല്ല് ഉന്താത്ത പല്ലിനാ നമുക്ക് എങ്ങനെ പല്ല് ഉന്തിപ്പിക്കാന്നുള്ളതാണ്. ഏതാ വിടാ എടുക്കല് ഇതെടുക്ക്. ആ വിട്ടോ വിട്ടോ വിട്ടോ. ഇതാണ് നമ്മൾ അയാനുന്റെ വീട്. ഇവിടുന്നാണ് അയാനു ഇതാ വാഹിദ മനസ്സിലിട്ടിട്ടാണ് അയാനും പോയത്. ഇതാണ് അവിടെ വീട്. നല്ല വൈബ് വീട്. ഇങ്ങനത്തെ വീട് കണ്ടിട്ട് പൂതി ഒഴിക്കുന്നുണ്ടാവും. ചുണ്ടെല്ലാം ഒട്ടുന്നു നോമ്പായിട്ടിട്ട്. അപ്പൊ നമ്മള് സബൂറാക്ക് നെട്ടിപ്പോവും. ഇതാരാ വന്നത്? നോമ്പ് വെക്കുന്ന ടൈമിലാണല്ലോ കടൽ. കടലല്ലേ കടലല്ലേ കടലോ കടലല്ലേ ഓനെ മുടിയോക്കടാ. എന്തെല്ലാം മെലിഞ്ഞു ഫുൾ നോമ്പ് എന്താ പറയല. അങ്ങോട്ട് വാ അങ്ങോട്ട് വന്നാ ആടെ പോവാ. ആടെ പോയി ആടെ അവിടെ പോവാ. ഇർഫാൻ എടുക്ക്. നാളെ പോരും. ഇല്ല ആടെ വീട് ആടെ വിട്. എന്നിട്ട് ഇങ്ങോട്ട് വരാം. പോണോ ചൊന്നേതാ നീ കരയാ പറയല്ലേ? എനിക്കത് ഓർമ്മയില്ല. എന്താ പറയുന്നത് ഫ്രിദു? ഒരു മോശമില്ല. എന്റെ മോ അടിപൊളി സൂപ്പർ. ഇല്ലേ സമ്മതിച്ചു സമ്മതിച്ചു. സഹിച്ച ഫാവ് ഇത് നമ്മളെ ഇവിടുത്തെ പള്ളി. എന്തേലും പറഞ്ഞ ബ്യൂട്ടിഫുൾ ഐസ് അങ്ങനെയാ പറഞ്ഞ. എന്റെ മോനെ കണ്ടിന് ബ്യൂട്ടിഫുൾ ഐസ് ബ്യൂട്ടിഫുൾ ഐസ് എന്ന് പറഞ്ഞിട്ട് എന്റെ മോനെ തട്ടി അവര് ഇംഗ്ലീഷുകാർ വന്നിട്ട്. കാറിന്റെ പണിയല്ല അപ്പൊ കാറുണ്ടാവൂലേ? ആത്താന്റെ വീട്. അങ്ങനെ നമ്മൾ ആത്താന്റെ വീട്ടിലെത്തി. ആത്ത ഷോക്കിടാവും. സൽമാൻ സൽമാൻ വണ്ടി രണ്ട് തൊപ്പി തന്നാൽ
നെച്ചി ഇവിടെയല്ല മുന്നിലുണ്ടാ നെച്ചി ആ ചെക്കനാ ആടല്ലേ എടാ ഒന്ന് മുത്താൻ പാടാ ഇവന് അത് നമ്മളെ ഞാൻ വേറെ ഏതോ ചെക്കനാന്ന് അതാ ഇന്ന് ഒന്നുവാണെ എടുത്തോ എനിക്ക് അതിൽ തട്ടം നിക്കൂല അത് ഇടാണ്ട് എയർബാൻഡ് അതുകൊണ്ട് എടുക്കും ഇനി കാണാന് സിനിമ നടന്റെ കട്ടുണ്ട് ഏതോനാ ഇത് ഓനില്ലേ വെള്ളപ്പൊക്കത്തിനെല്ലാം സഹായിച്ചേ വയനാട്ടില് ടോമി ഇതില് കാണുമ്പോ ടോമിനാണ് ആസിഫ് അലി ഇർഫാന പോന്നല്ലേ സടക്ക് സടക്ക സടക്ക് അതിൽ എപ്പി കുറെ അഡ്രസ് പറഞ്ഞാന്ന് വടകര ബസ് വെക്കുന്നതിന്റെ ആടാ എപ്പി എത്തിയാൽ ആടയില്ലേ നമ്മള് ഇവനിക്കെല്ലാം ജീൻസെല്ലാം ചെറുപ്പത്തിൽ വാങ്ങാൻ പോന്നെ ചെറിയ പൈസ എന്നല്ല ദുബൈയിലെ സാധനം എന്നിട്ട് വാങ്ങാൻ പോന്നെ ആടാ നീ പോടാ വരുന്നില്ലല്ലോ നിങ്ങളെ കണ്ടിട്ട് അങ്ങ് എത്തിക്കുണ്ടാവും അവരങ്ങ് കീനെ ഇറക്കൂ നിങ്ങൾക്ക് ക്യാമറ ഇല്ല ഇവിടുന്ന് കാണൂല നമ്മള് വരുമ്പോ എടാ എന്റെ വീട് എവിടെയാ വരുന്നത് ഇവിടുന്ന് എവിടെയായിരുന്നു എന്റെ വീട് ആ നമ്മള് ആ സുലൈമാൻ നബി നമ്മൾ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് ഒന്നും അത് പോയി ചെറിയ മാമ്പ മേടിക്ക ചെറിയ എന്ന് പറഞ്ഞാൽ നേരെ പച്ച കളറ് കരിമ്പച്ചാന്ന് അതിന് നിങ്ങളെല്ലാം ആരാ പോണ്ടേ എപ്പി മായില്ല അവിടെ അങ്ങനെയില്ല നമ്മള് പോണം ഞാൻ അരിക്ക് കാർഡ് തന്നിട്ട് ഞാൻ പോയിക്കൊന്നില്ല നമ്മള് പോയിക്കില്ല ആരും പോവാനില്ല ഓനിപ്പോ ഉപ്പ വന്നിട്ട് പുറത്തിറങ്ങുന്നില്ല പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അത് ആടെ എങ്ങനെയാന്നറിയാ നിസ്കരിക്കുന്ന ഓലിക്ക് കൊടുക്കല നിസ്കരിക്കൂലേ ഓലിക്ക് കൊടുക്കല അങ്ങനെയാ അത് അത് ആദ്യം വെക്കുന്നല്ലേ എന്നാലേ തട്ടം നിക്കുള്ളൂ ഇല്ല നോക്കി നോക്കി കളിയൊന്നും വേണ്ടേ പാടാ ഇത്
എന്താ കുച്ചുന്നേ നീ? നീ എന്താ കുച്ചുന്നേ? എന്താ കുച്ചുന്നേ? ഇതാരും എന്നെ തട്ടീനെ എന്തിക്കാക്കയാ ജീലി അത്? എടാ എന്റെ മുടിയിൽ ആണുങ്ങളെ പോലെ ആക്കിയാ? ഇല്ല എന്റെ അടുത്ത് വരൂരാന്ന്. എന്റെ കണ്ണ് പോയി. എന്റെ കണ്ണ് പൂച്ചക്കണ്ണ് എടുത്തു. പൂച്ചക്കണ്ണ് എടുത്ത് പോയി. അതാ ഇതാരാ? എപ്പി എപ്പി എപ്പി. ഒരവ്വ എടുത്താ ഒരവ്വ എടുക്ക്. ഒരവ്വ എടുക്ക്. മഫാ കൊടുക്ക്. കൊടുക്ക്. അതിന്റെ ഈ താടിയെല്ലാം കണ്ടിട്ട് താടി പോലും താടിയില്ല. താടി കണ്ടിട്ടല്ലേ ഒരു കൊറേ ആയില്ലേ കാണാൻ. ഇത്ര താടിയൊന്നും ഇല്ലാലോ എന്റെ ഉപ്പാക്ക്. പക്ഷെ ഇതിപ്പോ ഫാഷനാ. പിന്നെ കുറക്കും. ആ ഇല്ല കേറിക്കുന്നത് അതിപ്പോ ഞാൻ പോയിട്ട് ആക്കും. അതിനാക്കും വാട. ഇങ്ങക്ക് ചൂടണ്ടേ? അനക്ക് ചൂടണ്ടേ? പോയിട്ട് ഒരു സ്കിച്ചോണെ കൈ നിലാക്കണല്ലേ? കറിയെല്ലാം വെക്കണം. ഞാൻ പറഞ്ഞു രാത്രി നോമ്പ് തുറന്നിട്ട് പോവാന്ന്. പക്ഷെ വിടുന്നില്ല. ചോർന്നിട്ട് ഞാൻ ആടെ തച്ചിട്ടാ. പിന്നെ ഇൻഷാല്ലാ ഗേസ്. അങ്ങനെ നോമ്പ് തുറയെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. ഇപ്പോൾ എത്ര മണിയായി? 8 മണിയായി. അങ്ങനെ എൻ്റെ വീഡിയോ തന്നെ യൂട്യൂബിൽ വരും. വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.